എൻ്റെ വീഡിയോക്ക് സ്വാഗതം. അപ്പം നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബർക്ക് ക്രിസ്മസ്. എന്ത് ക്രിസ്മസാ? എല്ലാ സബ്സ്ക്രൈബർക്ക് ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാ സബ്സ്ക്രൈബർ ഹാപ്പി ക്രിസ്മസ്. ഇത് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് പോവാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അമ്മേ ഇന്ന് വീഡിയോയ്ക്ക് ഇൻട്രോ ഒക്കെ ഞാൻ പറയാം അമ്മയെന്ന് പറഞ്ഞിട്ട് കല്യാണി വീഡിയോയ്ക്ക് ഇൻട്രോ ഒക്കെ പറയാൻ കയറിയതാണ്. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷമാണ്. ഞാനും കല്യാണിയുടെ പപ്പയൊക്കെ ആയിട്ട് ഞങ്ങളൊരു പ്ലം കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ഫുഡൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ നേരത്തെ മേടിച്ചതാണ്. ശരിക്കും അന്ന് ഞങ്ങളിങ്ങനെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഓർത്ത് നമ്മളുടെ ക്രിസ്മസിൻ്റെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കുന്നതും കൂടി എല്ലാം ചേർത്ത് നമുക്ക് വീഡിയോ ഇടാമെന്ന്. പക്ഷേ എന്തോ മടി കാരണം അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അപ്പവും സ്റ്റൂ, പിന്നെ കേക്ക്, പിന്നെ കട്ട്ലേറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മി ഉണ്ടായിരുന്നേ, ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ കൂടെ ഇങ്ങനൊരു വിനീഗറൊക്കെ വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കും. ഇത് മുക്കി ഈ കേക്ക് കഴിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ അയ്യോ കേക്കല്ലല്ലോ കട്ട്ലേറ്റ്. കല്യാണി ഫോണിൽ പാട്ടൊക്കെ ഇട്ടേക്കുന്നത് കാരണം ഇപ്പം ഞാൻ വോയിസ് കൊടുക്കേണ്ടി വന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് റെഡിയാക്കിയിരിക്കുന്ന ഫുഡ്. കട്ട്ലേറ്റ് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയെന്ന് തോന്നുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ സ്റ്റൂവ്, പിന്നെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ റെസിപ്പിയൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്, അങ്ങനെ നമ്മുടെ പ്ലം കേക്ക്, പിന്നെ മുന്തിരി ജ്യൂസും പൈനാപ്പിൾ ജ്യൂസ് ശരിക്കും ഞങ്ങൾ പൈനാപ്പിളിൻ്റെ ടാങ്ക് കലക്കിയതാണ്. അങ്ങനത്തെ ഞങ്ങളുടെ ഫുഡൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷമാണ്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ കണ്ടോ? അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അടിപൊളിയല്ലായിരുന്നോ? ഇനി ന്യൂ ഇയർ, ഒരു പുതുവർഷം നല്ല അടിപൊളിയാകട്ടെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ അന്ന് എടുത്തു വെച്ച ക്രിസ്മസ് ട്രീയുടെ വീഡിയോ കാണിക്കാവേ. അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഓപ്പൺ ആക്കി സെറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ആക്കാം. ഓക്കെ, റെഡി ആയി. കൈ കട്ടാക്കത്തില്ല. സെറ്റാക്കാൻ പോവാണേ. ഞാൻ എൻ്റെ അമ്മയോട് എന്താ ചെവി പറഞ്ഞെന്ന് അറിയാവോ? യൂട്യൂബിലിടും. അങ്ങനെ ക്രിസ്മസ് ട്രീ എത്തിയിട്ടുണ്ട്. അല്ലേ സെറ്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് ട്രീ പോലെ ആകുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വെക്കണം, അപ്പോഴാണ് ക്രിസ്മസ് ട്രീ ആവുക. അതിന്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ കുട്ടി. എന്തോ ചെയ്ത് റെസ്റ്റ് എടുക്കാം. അയ്യപ്പ സ്വാമി. അപ്പൊ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാം. അയ്യോ ഇതിനകത്ത് എന്തൊക്കെയോ കൊഴി വീഴുന്നുണ്ടല്ലോ. നീ മണ്ടയ്ക്ക് ഇത് വെക്കുക. യെസ്, കടക്കല്ലേ? കറക്റ്റ്. മണ്ട കൊണ്ടുല്ലോ. നീ ചെയ്തൊന്ന് മുറുക്കൊക്കെ വേണോട്. നീ ഒന്ന് ക്ഷമിക്ക്. നിനക്ക് തീരെ ക്ഷമയില്ലല്ലോ കല്ലു. മണ്ട കൊണ്ടു അമ്മ. ക്രിസ്മസ് ട്രീ റെഡിയാ. ഞങ്ങൾ അമ്മയും മോളൊന്നും സെറ്റ് ആകാറില്ല. ഞങ്ങൾ 2 മിനിറ്റ് കൊടുത്ത് ഞങ്ങൾ വഴക്കാം. ഈ ക്രിസ്മസ് ട്രീ കൊണ്ട് ഈ ക്രിസ്മസ് ട്രീ കണ്ടോ? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടോ? നീ എത്രയൊക്കെ മുറുക്കാൻ ബാക്കി പപ്പയെ കൊണ്ട് മുറുക്കാൻ. ഇപ്പൊ നമുക്ക് വെറുതെ സെറ്റ് ചെയ്ത് കാണാം.
നമ്മുടെ ബോളൊക്കെ എടുത്തേ, ആ ലൈറ്റും ബോളും ഒക്കെ. ഇപ്പൊ ഞാൻ വരാമേ. ഈ ബോൾ കൊണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ആവും. ലാസ്റ്റ് മതി വെച്ചേക്ക്. ഇത് കണ്ടോ, ഞാൻ കാണിക്കാം. ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ആവാം. കുറെ ബാറ്ററി ഉണ്ട്. അപ്പം ഈ സാധനം നമ്മൾ ഇവിടെ അമ്മയൊക്കെ ഇല്ലേ കുഞ്ഞിലെ എങ്ങനെയാ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചെന്ന് അറിയാമോ? എങ്ങനെയാ? അമ്മ ഇതുപോലത്തെ ട്രീ വാങ്ങിയിട്ടല്ല, നമ്മുടെ വീട്ടിൽ ചെടി ഉണ്ടല്ലോ, ആ വീട്ടിലുള്ള ചെടി, ആ ഗാർഡൻ വെളിയില് ചെടിയില് ഇതുപോലെ സെറ്റ് ചെയ്യും, സ്റ്റാർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യും. അമ്മ ഹെൽപ്പ് ചെയ്യില്ല, നമ്മൾ തന്നെ ചെയ്യും. യെസ്. അമ്മയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അമ്മയുടെ ഫ്രണ്ടും കൂടി ചെയ്യും. അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞു എന്നെ അമ്മയുടെ ഫ്രണ്ട് അമ്മയുടെ ചേച്ചിയായിരുന്നു ഫ്രണ്ടിനെ ട്യൂഷൻ പഠിപ്പിക്കുന്നത്, സ്മിതാമ്മ. സ്മിതാമ്മയായിരുന്നു ട്യൂഷൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഫ്രണ്ട് എന്നും വരുമായിരുന്നു ട്യൂഷൻ പഠിക്കാറ്. അപ്പൊ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ആവുമ്പോ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യും. എന്നാണ് ചക്കരെ ഇതില് സ്റ്റാർ ഒന്നും വെക്കാൻ നമുക്ക് പറ്റില്ലടാ. ഇവിടെ സ്റ്റാർ, നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം, പേപ്പർ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് വീഡിയോക്ക് നമ്മൾ ചെയ്യാം. ഇതെങ്ങനെയാ സെറ്റ് ചെയ്ത് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ചക്കരെ. അമ്മ കുഞ്ഞിന്റെ എല്ലാം ഓർമ്മ ആയുണ്ടോ? അമ്മക്ക് കുഞ്ഞിന്റെ എല്ലാം ഓർമ്മയുണ്ട്. അമ്മ കുഞ്ഞിന്റെ എല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ടോന്നോ? ഓർമ്മയുണ്ട്. കല്യാണിക്കുട്ടിക്കും വലുതാവുമ്പോ കുഞ്ഞിലത്തെ കുറെ കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഓർമ്മ ഇച്ചിരി ഓർമ്മയുണ്ട്. ഇച്ചിരി ഓർമ്മയുണ്ടോ? എന്തൊക്കെ ഓർമ്മയുള്ളൂ പറ. അമ്മേ എന്തോ അമ്മയില്ല പണ്ട് കുഞ്ഞിലത്തെ ഗുണ്ടുമണിയായപ്പോ അമ്മ ഗുണ്ടുമണി ആയിരുന്നപ്പോ എടുത്തോ? പൂവി തൊട്ടോ? പിന്നെ കുഞ്ഞായപ്പോ ആ പൂവി തൊട്ടതൊക്കെ നീ ഫോട്ടോ കണ്ടുള്ള ഓർമ്മയല്ലേ? അന്ന് നിനക്ക് 1 വയസ്സേ ഉള്ളൂ, അതെങ്ങനെ നീ ഓർക്കാനാ? പിന്നെ എന്നെ വൈകിട്ട് ഫസ്റ്റ് അമ്മ ഡോക്ടർ കുഞ്ഞ് കട്ട് ചെയ്ത് ഡോക്ടർ കുഞ്ഞു കത്രിക എടുത്ത് കട്ട് ചെയ്തോ? വയറ്റ് പിന്നെ എന്നെ ആയിട്ട് വയറ്റിലൊരു സാധനം ഉണ്ട്. പക്ഷേ വയറ്റിലൊരു സാധനം ഉണ്ടായിരുന്നു. ആ വയറ്റിലുള്ള സാധനമായിരുന്നു നീ. കല്യാണിക്കുട്ടിയാണ് നമ്മുടെ വയറ്റിലുള്ളത്. അമ്മ ചെയ്യാൻ സാധനം ഞാൻ ചെയ്തു കുഞ്ഞാട്ട്. അമ്മ ചെയ്യാൻ ഞാൻ കുഞ്ഞാട്ട് അമ്മനെ ഔപ്പ് ചെയ്തുമോ? അയ്യപ്പാ, ഇത് റെഡിയല്ല. അത് റെഡിയാക്കാണ്. ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റായി. അമ്മ ഡെക്കറേഷൻ വെക്കുക. നമുക്ക് യൂട്യൂബിൽ വീഡിയോ നോക്കാം എങ്ങനെയാ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതെന്ന്. അമ്മയുടെ കുഞ്ഞിലെ ക്രിസ്മസിന് കരോളൊക്കെ വരുവാ വീട്ടില്. എന്താ കരോളെന്ന് അറിയാമോ? ക്രിസ്മസ് ഫാദറൊക്കെ വരും, സാന്റയൊക്കെ വരും, പാട്ടൊക്കെ പാടി. ഇപ്പൊ നാട്ടിൽ പോകുമ്പോ സാന്റ ഒന്നും വരാറില്ല, അതെന്താന്ന് അറിയില്ല. പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാന്റ വരുമായിരുന്നു, ഇപ്പൊ വരൂല. കല്യാണി കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ വന്നിട്ടുണ്ട്. കല്യാണി കരങ്ങിട്ടുണ്ട് സാന്റയൊക്കെ ഉണ്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ എന്റെ ഓർമ്മയുണ്ടല്ലോ. അമ്മയ്ക്ക് ഞാൻ അറിയാം എന്തിനാ കരഞ്ഞെന്ന്. സാന്റയ്ക്ക് നിന്നെ പേടിയാണെന്നോ? അല്ല, പേടിയാ. ആണോ? അപ്പോൾ ക്രിസ്മസ് ട്രീ സെറ്റ് എന്റെ ട്രീ ഉണ്ടല്ലോ. നമ്മൾ വൃത്തിയാക്കണം, കുറച്ച് താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. പപ്പാ, നിങ്ങൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു.
ഇങ്ങനെ ഓപ്പൺ ആക്കും. ഓക്കെ. അപ്പൊ ഞാൻ ബെഡിൽ പോയിട്ട് പിന്നെ ഞാൻ എന്റെ ഓപ്പൺ ആക്കുക പിന്നെ കാട്ടിക്കളി. അമ്മ ക്രിസ്മസ് ട്രീ ആദ്യമായിട്ടാണ് കല്ലൂട്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത്. അമ്മ അമ്മയുടെ വീട്ടിലെ ചെടിയിലൊക്കെ ആയിരുന്നു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുള്ളത്. റംബൂട്ടാനോ? റംബൂട്ടാനിലല്ല, റംബൂട്ടാനൊക്കെ അത് കഴിഞ്ഞ വീട്ടിൽ വെച്ച. അമ്മയുടെ കുഞ്ഞിലെ റംബൂട്ടാൻ മുറ്റത്തില്ലായിരുന്നു. അമ്മയുടെ കുഞ്ഞിലെ ചെടി ഉണ്ടായിരുന്നു നിറയെ അമ്മയുടെ വീട്ടില്. അത് നമ്മുടെ വീടല്ലേ? നമ്മുടെ വീട്ടില്. നമ്മുടെ വീട്ടില്. ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ വന്നല്ലേ? നമ്മൾ ഈ വീട്ടിൽ വന്നില്ലേ? പണ്ട് ചവിട്ടി വേറെ വീട്ടിയാ അല്ലേ? നീ ഈ വീട്ടിലല്ലേ വന്നിട്ടുള്ളത്? ഇവിടെ നിന്നിട്ടുള്ളത് കൂടുതൽ. ഞാൻ ഇല്ലല്ലോ അമ്മ. ഏത് വീട്ടിയാ? ഞാൻ ഇല്ലപ്പം കുഞ്ഞിലെ വയറ്റിലായപ്പോ ഏത് വീട്ടിയാ അമ്മ? വയറ്റിലായിരുന്നപ്പോ അമ്മമ്മയുടെ അടുത്ത്. ഇത് കൊറേ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, കുറെ പണിയുണ്ട്. അമ്മ വിചാരിച്ചതുപോലെ ഈസി പണിയല്ല. നമുക്ക് അപ്പ വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു കല്ലു. ഇത് കൊറേ ഉണ്ട് സെറ്റ് ചെയ്യാൻ. എന്തോ ക്രിസ്മസ് പാട്ട് പാടണോ? ക്രിസ്മസ് പാട്ട് പാടണോ? എന്ത് പാട്ടാ? എന്ത് പാട്ട് അറിയാം കല്യാണി കുട്ടിക്ക്? ക്രിസ്മസ് പാട്ട് പറ. കണ്ണൻ കണ്ണൻ കാത്തിരുന്നു അതല്ലേ? ഒന്ന് പാടിക്ക്. അയ്യോ അമ്മയ്ക്ക് അറിയത്തില്ല. കണ്ണൻ കണ്ണു കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാൽ കാതോട് കാതോളം കേട്ടിരുന്നു കണ്ണും 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 ശരിക്കും ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചത് ഇതുപോലെ ഒറ്റ ഇതായിട്ടായിരിക്കുന്നത്. ഇത് തിക്കായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഇതെല്ലാം നോക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലും ക്രിസ്മസ് എത്തി. നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് വന്നല്ലോ. അമ്മയില്ലേ ന്യൂ ഇയറിന്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നു അമ്മയുടെ ഫ്രണ്ടിന്റെ കൂടെ പള്ളിയിൽ പോവായിരുന്നു. മോൻ കണ്ടിട്ടില്ലല്ലോ, മോൻ വലുതാവുമ്പോ കാണാനി. മോന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണാം. അമ്മയ്ക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു അൻസു. അൻസുവിന്റെ കൂടെ അമ്മ അൻസുന്റെ മമ്മീന്റെ പള്ളി പോയി. എന്തോ എന്റെ ഫ്രണ്ട് ആരമ്മ? ഇത് ചെറിയ ചെറിയ പണിയല്ല കല്ലു, ഇത് കുറേ ഉണ്ട് കല്ലു. അങ്ങനത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ ഈസി അല്ലായിരുന്നു. ഓരോന്നും ഇങ്ങനെ നൂർത്തെടുക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു അതേപോലെ ഇങ്ങനെ ജസ്റ്റ് താത്ത് വെച്ചാൽ ആകുമെന്ന്. കുറച്ച് ടൈം എടുത്തേ. അപ്പൊ ശരി, ഓക്കെ, ബൈ.